പ്രേക്ഷകരെ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഫ്ലവേഴ്സ് ഒരു കോടി വീണ്ടും സംപ്രേഷണം ചെയ്തു തുടങ്ങി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്കാണ് ഫ്ലവേഴ്സിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ 6.5 കോടി രൂപ സമ്മാനത്തുകയായിട്ട് വിതരണം ചെയ്തിട്ടും ഈ 1 കോടി അടിക്കുന്ന ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും ആ മത്സരം തുടരുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ മത്സരത്തിൽ പങ്കെടുത്ത ഒരു ടീച്ചറുണ്ട് കോഴിക്കോട് നിന്ന്, പ്രിയ ടീച്ചർ. ഈ പ്രിയ ടീച്ചർ ശരിക്കും കടയൊക്കെ അടച്ച് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പരിവാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കാശ് പോയാൽ നമ്മുടെ നിർഭാഗ്യമാണല്ലോ. ടീച്ചർ വന്ന് 10 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. 10 ലക്ഷമാണോ ടീച്ചറെ? ആ ടീച്ചർ വരുന്നത്, ടീച്ചർ ഒന്ന് കവയ്ക്ക് കൊടുത്ത്. അപ്പോൾ ടീച്ചർ ഒരു അറിയപ്പെട്ട ഡാൻസറാണ്, കോഴിക്കോട് വളരെ അറിയപ്പെട്ട ഒരു നർത്തകിയാണ് പ്രിയ ടീച്ചർ. എത്ര ലക്ഷം അടിച്ചുകൊണ്ട് പോയത്? നമ്മൾ 25 വരെ എത്തിയിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 10 ലക്ഷം അടിച്ചുകൊണ്ട് പോയി. 10 ലക്ഷം അടിച്ചുകൊണ്ട് പോയി. ഞാനൊരു സത്യം പറയട്ടെ, ഇതേ ഇരിക്കുന്നത് ഗോകുലം ഗോപാലേട്ടനും അല്ലെങ്കിൽ മുഹമ്മദ് സാറുവാ. ഇവര് കോടികൾ നിക്ഷേപിച്ചു തുടങ്ങിയ സ്ഥാപനം, അവർക്ക് ഇതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല. ഓക്കെ, അവർ വിചാരിക്കും അവരുടെ ഒരു അവസ്ഥയെ നാട്ടുകാർ മൊത്തം പൈസ അടിച്ചിട്ട് പോകും അല്ലേ. അപ്പോ യഥാർത്ഥത്തില് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തകർച്ചിലെന്ന് പറന്നുയർന്ന ടീച്ചറാണ് പ്രിയ. ഒരു വലിയ കൈയടി കൊടുക്കണം. ഇപ്പൊ പ്രിയ ടീച്ചർ വളരെ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു, വലിയ കോടീശ്വരിയാകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും എന്നെ വിളിച്ച് കോഴിക്കോട് ഒരു പ്രോഗ്രാം നടത്തിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ആ അന്ന് നേടിയ 15 ലക്ഷം രൂപ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ സംഭവിച്ചെന്നാ പറയും. ഞാൻ ചോദിക്കത്തില്ല, ഞാൻ പറഞ്ഞോളാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ജീവിതത്തിൽ എനിക്കിപ്പോ 40 വയസ്സായി. ഈ ജീവിതത്തിൽ 40 വയസ്സായി. ഓക്കെ, ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കമ്മിറ്റഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്ന ഒരു മുഖം അല്ലെങ്കിൽ ഒരു വേദി എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ഒരു കോടിയാണ്. മറക്കാൻ പറ്റില്ല. കാരണം കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഓൾറെഡി ഞാൻ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആ സമയത്തേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടൊരു വ്യക്തിയാണ്. അവിടുന്ന് ശരിക്കും ആ ഒരു കോവിഡിൻ്റെ അവസ്ഥ കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സൊക്കെ തകർന്ന് വീണ് നിന്നിരുന്ന ഒരു സമയത്താണ് ദൈവത്തിൻ്റെ വിളി പോലെ എനിക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വരാൻ പറ്റിയത്. മാത്രമല്ല, ആ വേദിയിൽ വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും കാലം തുറന്നു പറയാതെ വെച്ചിരുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും അറിയുന്നത് സാറിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. അത് ഒരുപാട് സ്ത്രീകൾക്കൊരു പ്രചോദനമായിരുന്നു, ഒരു തുറന്നു പറച്ചിലൊരു വലിയ പ്രചോദനമായിരുന്നു അത്. മാത്രമല്ല, ഇന്നെൻ്റെ ഗൗരീശങ്കരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സൗത്ത് ആഫ്രിക്കയിൽ ഉൾപ്പെടെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളതും ഫ്ലവേഴ്സ് ഒരു കോടിയുടെ യഥാർത്ഥത്തിൽ അനേകം ആളുകൾ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നിട്ട് അവരുടെ ജീവിതം വേറെ ലെവലിലായിട്ടുണ്ട്. അതിലൊരു ഫിനിക്സ് പക്ഷിയാണിത്. അപ്പോൾ ഈ ടീച്ചറിന്ന് ഇവിടെ വന്നിരിക്കുന്ന ടീച്ചറിൻ്റെ വിദ്യാർത്ഥികൾ അതിനകത്ത് മിഡിൽ ഏജ് ലേഡീസ് ആണോ കൂടുതൽ? എല്ലാവരും ഉണ്ട്. പല പ്രായക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഇപ്പോൾ നൃത്യങ്ങൾക്ക് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക പ്രിയ ടീച്ചർ. അതെ, ഓക്കെ, ഞാൻ ചുമ്മാ ഒരു പരസ്യം കൊടുത്തതാണ്. നമുക്കവിടെ 73 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. 73 എന്നെ കൂടെ പഠിപ്പിക്കൂ? തീർച്ചയായിട്ടും. അടുത്തായി 3 വയസ്സ് മുതൽ 73 വരെ ഉണ്ട്. അതിൽ 17 പേര് ക്യാൻസർ പേഷ്യൻസ് ആണ്. അപ്പൊ രോഗികളായിട്ടുള്ള ആളുകളും. ഓക്കെ, അപ്പൊ പ്രിയ ടീച്ചറിന്റെ ഒരു നൃത്യം ഇപ്പോൾ കാണാം. ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ 15 വയസ്സ് മുതൽ 70 ഇതിലില്ല. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആസ്വദിക്കുക. നമ്മൾ അത് കഴിഞ്ഞ് വരാം. മീനൂട്ടി, നമുക്ക് സ്ഥലമിടാൻ സമയമായി. ടീച്ചറിന് കൊടുക്കുക സ്റ്റേജ്.
പുതുസൂര്യൻ ഉദിച്ചതാണോ കളരി വിളക്ക് തെളിഞ്ഞതാണോ പൊന്നമരം പൂത്തുലഞ്ഞതാണോ ആ ടീച്ചറെ, ഞാനൊരു ഡാൻസറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പാട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അല്ല, ഈ നൃത്തം ഡാൻസ് പരിചയമുള്ള ആളാണ്. ഞാൻ പറഞ്ഞാൽ അത് അധികം പറ്റായിപ്പോ. പറയൂ അല്ല, ഞാൻ ആലോചിച്ചായിരുന്നു. നമുക്കാദ്യം നല്ലൊരു കൈയടി കൊടുക്കാം. പോരാ, ശക്തി പോരാ, നല്ലൊരു കൈയടി കൊടുക്കൂ. കാരണം ഈ പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ ഡാൻസ് ചിട്ടപ്പെടുത്താം എന്നുള്ളത് ഒരു പക്ഷെ അത്ര പെട്ടെന്നൊന്നും ചിന്തിക്കില്ല അല്ലേ? അപ്പം ടീച്ചർ എങ്ങനെയാണ് ഈ പാട്ടിലേക്കൊക്കെ വന്നത്? ഈ ഒരു പാട്ട് സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? സാധാരണ നമ്മളിപ്പോൾ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ എല്ലാവരും ഡാൻസിന് ഉതകുന്ന പാട്ടുകളാണ് എടുക്കുന്നത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ ഡാൻസ് ചെയ്യാറ്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഇനിയും കാണാം, 1 കോടിയിലല്ല അതിന്റെ അപ്പുറത്ത്. ഓക്കെ, താങ്ക് യു.